മലപ്പുറം ചേലക്കടവിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ഫോടക വസ്തു എറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. ചേലക്കടവ് സ്വദേശി അബ്ദുവിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഗുഡ് മോർണിംഗ് മുബഷീർ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് പുലർച്ചെ ഏകദേശം 5 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. അതിനാടകീയമായ രീതിയിലാണ് ഒരു വ്യക്തി പുറത്തുനിന്നും ഒരു വീടിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറിയതിനു ശേഷം ഒരു സ്ഫോടക വസ്തു എറിഞ്ഞതിനു ശേഷം അവിടെ നിന്നും ഓടിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മലപ്പുറം നന്നമുക്ക് ചേലക്കടവിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ചേലക്കടവ് സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ, അതായത് മുഹമ്മദ് ഉണ്ണി എന്ന് വിളിക്കുന്ന അബ്ദുവിന്റെ വീട്ടിലേക്കാണ് അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി കടന്നു കയറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ളത്. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു ഹെൽമെറ്റ് ഒക്കെ ധരിച്ചുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ഒരു ഹുഡി പോലെയുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വീടിന്റെ മുൻവശത്ത് എത്തിയതിനു ശേഷമാണ് അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സ്ഫോടക വസ്തു കത്തിക്കുന്നു. അത് വീടിന്റെ മുൻവശത്തേക്ക് എറിയുന്നു. തുടർന്ന് അവിടുന്ന് ഓടിപ്പോകുന്ന ഒരു കാഴ്ച. എന്തായാലും സംഭവത്തിൽ ആളപായം ഒന്നും തന്നെയില്ല. അവിടെ മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ദുരൂഹതയുണ്ട്. എന്താണ് ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പെട്രോൾ ബോംബ് പോലെയുള്ള എന്തോ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും പെട്രോൾ ബോംബ് പോലെയുള്ള ഒരു വസ്തുവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സ്ഫോടക വസ്തു എറിയാൻ വരുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു കുപ്പിയൊക്കെ തന്നെ കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അതിൽ പെട്രോൾ നിറച്ച് അതിന്റെ മുകൾ ഭാഗത്താകും ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന്റെ മുകൾ ഭാഗത്ത് തീ കൊടുത്തിയതിനു ശേഷം അവിടെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അയാൾ അത് എറിയുന്നത്. തുടർന്ന് അവിടുന്ന് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവിടെ തീ ആളിപ്പടരുന്നതാണ് ആ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ആ ഒരു വീടിന്റെ മുൻവശം ഉൾപ്പെടെ പകൽ സമയത്തുള്ളത് കാണുന്നുണ്ട്. അവിടെ ചെറിയ രീതിയിൽ കത്തിക്കരിഞ്ഞ പാടുകളൊക്കെ തന്നെ കാണാം. വീടിന്റെ മുൻവശത്തോട് ചേർന്നിട്ടുള്ള ആ പടവുകളിലൊക്കെ തന്നെ കത്തിയ നിലയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സമയത്ത് ആളുകളൊന്നും തന്നെ പുറത്തില്ലാത്തതിനാൽ വലിയ ആളപായം ഒഴിവായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ളതിൽ, അതായത് എന്ത് കാരണത്തും കൊണ്ടാണ് ഈ ഒരു വ്യക്തി സ്ഫോടക വസ്തു എറിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതായത് അരുൺകുമാർ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് കൂടിയാണിത്. അബ്ദുവിന്റെ മകൻ ആ മേഖലയിലെ ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ സാധിക്കുന്നത്. അത്യാവശ്യം CCTVയിൽ വന്ന് എറിയുന്ന ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആളപായമില്ല, വലിയ നാശനഷ്ടവും സ്ഫോടക വസ്തു എറിഞ്ഞതിലില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.